നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഗ്ലാമി ഗംഗ എന്നറിയപ്പെടുന്ന ഗംഗയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ചതിന് ശേഷം പയ്യന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഉണ്ടായ കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറിയ സംഭവം വേറെ ഒന്നുമല്ല. എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ്. ഡോക്ടറെ കാണിച്ചില്ലേ? ഇന്നിവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. കാര്യങ്ങളൊക്കെ അറിയാം. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ ചേച്ചി എല്ലാം വെച്ചിട്ട് പോയി. ഗംഗ ഇതിന് പ്രധാനപ്പെട്ട് പറഞ്ഞ ഒരു കേസ് ഉണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പം എനിക്കറിയാം ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല. രാവിലെ എണീറ്റ് കൊച്ചിലെ മോൽ അങ്ങനെ ശീലിച്ചു പോയി, എന്നാ ചെയ്യും? അങ്ങനെ ചെയ്യണേന്നും മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും. വേണമെന്നുള്ള കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്നോലും അറിഞ്ഞൂടാ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. അമ്മ, ഞാൻ രാവിലെ എണീറ്റേ ചായയൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ തൂത്തൊക്കെ ഇട്ട് എന്നിട്ടിപ്പൊ ഞാൻ വേണ്ട മീൻ ചന്തയിൽ പോയി മീനെ വാങ്ങിച്ചിട്ട് പൊരിക്കാൻ പോണം. ഇനി എന്റെ ഭർത്താവിന്റെ റിവ്യൂ കേട്ടോ. ഇങ്ങോട്ട് മാറുന്നില്ലേ, ബാക്കി കാര്യം ഞാൻ ഇല്ല സാഹചര്യം ചൂഷണം ചെയ്യരുത്. ചതിച്ചതാ. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അപ്പൊ ഒരു 4 കൊല്ലം കൊണ്ടാണ് കുറച്ച് സാമ്പത്തികം ഒരു പുതിയ വീട് വെക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടല്ല, അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ അതുവരെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കിടന്ന ഗംഗയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്തു. ഇത് കള്ളമല്ലേ ഈ പറയുന്നത്? ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. ഗംഗ തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒരു ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് തോരൻ. ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിരിക്കും, ഒന്നിൽ ഫിഷ് ഫ്രൈ മറ്റൊന്നിൽ തോരൻ, എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഐറ്റം. മീനുമാണ് എനിക്ക് ആദ്യമായിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇത് എപ്പോഴും ഇവിടെ കാണും, ബിക്കോസ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യണോണ്ട് ഇതെപ്പോഴും കാണാം. എനിക്ക് ഇങ്ങനെ ദേഹത്തൊന്നും അവൻ ഇഷ്ടമല്ല. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. നെക്സ്റ്റ് നമുക്ക് ഇനി ബുർജി ഉണ്ടാക്കണം ഗൈസ്. അത്രക്കൊക്കെ വേണോ? ഗംഗയ്ക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഏതൊക്കെ പിന്നീട് കറികൾ ഉണ്ടാക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതൊക്കെ വെച്ച് ശീലിച്ച് വളർന്നവളാൾക്ക് തന്നെയാണ് ഗംഗ. എന്റെ ദൈവമേ, പരമശിവൻ പണ്ട് തൂമ്പിനകത്തകപ്പെട്ടതുപോലെയായി എന്റെ കഥ.